തമിഴ് ചലച്ചിത്ര നടനും സംവിധായകനുമായ മനോജ് ഭാരതിരാജ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. ഒരാഴ്ച മുൻപ് മനോജ് ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. 18 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തമിഴിലെ പ്രമുഖ സംവിധായകൻ ഭാരതിരാജയുടെ മകനാണ് അദ്ദേഹം. ഭാരതിരാജ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അഭിനയരംഗത്തേക്കുള്ള അരങ്ങേറ്റം. തമിഴിലെ പ്രമുഖ സംവിധായകനായ മണിരത്നത്തിനും ശങ്കറിനുമൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് മനോജ്. വള്ളിമയിൽ, വിരുമൻ, സമുദ്രം, സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് എന്ന ചിത്രങ്ങളിൽ ശ്രദ്ധേയവേഷങ്ങളിൽ അദ്ദേഹം എത്തിയിരുന്നു. 2023 സംവിധായകനായി അരങ്ങേറിയത്. മാർഗഴി തിങ്കൾ എന്ന ചിത്രത്തിൽ ഭാരതിരാജയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. മലയാള സിനിമകളിൽ മുൻപ് അഭിനയിച്ചിട്ടുള്ള നന്ദനയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. കോഴിക്കോടിന്റെ മരുമകൻ എന്നാണ് മനോജ് അറിയപ്പെട്ടിരുന്നത്. സ്നേഹിതൻ, സേതുരാമയ്യർ, CBI, ചതിക്കാത്ത ചന്തു, സ്വപ്നം കൊണ്ട് തുലാഭാരം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ നടിയാണ് നന്ദന. പിന്നീട് ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് അതിലെ നായകനായ മനോജുമായി പ്രണയത്തിലാകുന്നതും വിവാഹത്തിലേക്ക് എത്തുന്നതും. വീട്ടുകാരുടെ സമ്മതത്തോടെ 2006 ഡിസംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം. അർഷിത, മതിവദാനി എന്നിവരാണ് മക്കൾ. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.